എക്സ്പ്രസ് യുവർ മൈൻഡ് ബട്ട് നോട്ട് ഇൻ വേർഡ്സ്. അത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പ്രകടിപ്പിക്കുക തന്നെ വേണം. പക്ഷെ അത് വാക്കുകൾ കൊണ്ട് നമുക്ക് പലപ്പോഴും പ്രകടിപ്പിക്കാൻ സാധിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അന്ന് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നല്ലൊരു സന്തോഷം, നല്ലൊരു ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ആ ഒരു വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ പറ്റും. ഇതിൽ പറയുന്നൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, സെൻ പെയിന്റിങ്ങുകളുടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ പെയിന്റിങ്ങുകളിൽ അധികം നിറങ്ങൾ ഉപയോഗിക്കാറില്ല. കൂടിപ്പോയാൽ 2-3 നിറങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ആളുകൾക്ക് ഒരു അതിശയം തോന്നാറുണ്ട്. ഇതെന്ന പെയിന്റിങ് ഇങ്ങനെ ഇരിക്കുന്നത്, വളരെ ഡള്ളായിട്ടിരിക്കുന്നത്. ഇപ്പം ഒരു സൂര്യൻ അസ്തമിക്കുന്നതാണെങ്കിലും ഒരു കാടിൻ്റെ ഒരു പടമാണെങ്കിലും എന്തിൻ്റെ പ്രകൃതിയിലുള്ള എന്ത് കാര്യത്തെക്കുറിച്ചുള്ളൊരു ചിത്രമാണ് അവിടെ വരയ്ക്കുന്നതെങ്കിലും ഉപയോഗിക്കുന്ന കളറുകളുടെ ലിമിറ്റേഷൻ വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിറങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിലൊരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ റെഡ് കളർ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുക. പക്ഷെ അത് തന്നെ ഒരു സെൻ പെയിന്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കളറിലായിരിക്കും അത് പെയിന്റ് ചെയ്തിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യം മറ്റുള്ളവരിൽ നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കാരണം അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾക്ക് അതൊരു ഡിഫെൻസീവായിട്ട് തോന്നിയേക്കാം. അപ്പം നമുക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു അനുഭവം നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കണം എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പം നല്ലൊരു അനുഭവം നമുക്കുണ്ടായി, നമ്മളിൽ നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികളും അതനുസരിച്ച് മാറിയിട്ടുണ്ടാകണം. അതല്ലാതെ നമ്മൾ മറ്റുള്ളവർ ഉപദേശിച്ച് നന്നാക്കുക എന്ന് പറയുന്നത് അതിൽ യാതൊരു കാര്യവുമില്ല. അത് നമ്മുടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിൽ പോലും നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാനും അത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാനും അവർക്ക് സാധിക്കും. അതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ തന്നെ അവരും നന്നായി വരും എന്നുള്ളത് ഒരു വലിയൊരു ഒരു ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമുക്ക് എന്താണോ മാറ്റം സംഭവിച്ചിട്ടുള്ളത് അതിനുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് അങ്ങ് മുന്നോട്ട് പോയാൽ മാത്രം മതി. അപ്പം തീർച്ചയായും